ഹലോ, അപ്പം രഞ്ജിയും മാളുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കന്യാകുമാരിയിലോട്ട് പോവാട്ടോ. പുലർച്ചെ തന്നെ എഴുന്നേറ്റ് പോകുന്നു വിചാരിച്ച ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ പോകുമ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട്. ഹലോ, ഇന്ന് ഞങ്ങൾ കന്യാകുമാരിയിലോട്ടാട്ടോ പോണേ. ഇനി നാളെ രാവിലെയാണ് ഇവിടുന്ന് തിരിച്ചു പോരുക. ഇന്നത്തെയും കൂടെ ഒരു കറക്കുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ കന്യാകുമാരിയിലോട്ട് പോവാ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഭയങ്കര ക്ഷീണത്തിലാണ്. മീനാക്ഷിയൊക്കെ ഉറക്കത്തിലാണ്. നേരത്തെ എഴുന്നേറ്റ് പോവാന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉറങ്ങിയപ്പോ തന്നെ 1 മണിയൊക്കെ. അത് എന്നും പറയും നേരത്തേക്ക് എണീക്കാന്ന്. പക്ഷെ എങ്ങനെ എനിക്ക് പോവാന്ന് വിചാരിച്ചാലും 10 മണി കഴിയും. അങ്ങനെയൊക്കെ ആയിട്ട് ഇതിപ്പോ പോന്നു. അങ്ങടെ ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോ പോകുന്ന വഴിയിൽ വേറെ 2-3 സ്ഥലത്തൊക്കെ കയറാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേനും ലേറ്റ് ആവോ എങ്ങനെയാന്ന് അറിയില്ല. ഇന്നത്തെ ഒരു ദിവസം കൂടെ നമുക്ക് ഇവിടെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നാളെ തിരിച്ചു വീട്ടിൽ പോണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നമുക്കിനി തുടർന്നുള്ള വിശേഷങ്ങള് വീഡിയോ എടുക്കാം കേട്ടോ. ബൈ. ഗൂഗിളിൽ നോക്കിയിരുന്നേ സ്ഥലം ആസ്വദിക്കാൻ പറ്റണേ. ഇതാണ് അറിയാത്ത സ്ഥലത്തേക്ക് വന്നാണ് കുഴപ്പം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിരിക്കുമ്പോഴേ അതിലിങ്ങനെ സ്ഥലം നോക്കിയിരിക്കാന്നല്ലാണ്ട് എനിക്കിങ്ങനെ പുറത്തു നോക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ പോണ സ്ഥലം എങ്ങനെയാണെന്നൊന്നും ആസ്വദിക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങള് കന്യാകുമാരിയിലെത്തി. രഞ്ജുവേട്ടനൊക്കെ കുറേ തവണ അവിടെ വന്നിട്ടുള്ള കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിതൊക്കെ ആദ്യമായിട്ടാ വരണേ. അപ്പൊ അങ്ങനെ ഭയങ്കര വെയിലല്ലേ. അപ്പൊ അത് അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് തുപ്പിയൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ ഒരു മലയാളിയാണ് ഈ കട നടത്തുന്നുണ്ടായിരുന്നത്. ഹലോ, ഞങ്ങളിത്തിരി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കന്യാകുമാരി എത്തി. പക്ഷെ ഭയങ്കര വെയിൽ, കണ്ണ് തുറക്കാൻ പറ്റണില്ല. ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നടക്കാനൊന്നും പറ്റില്ല, അത്രയും വെയിലുണ്ട്. അപ്പൊ ഇത് അവരുടെ വണ്ടി വരണുണ്ട് ഇതില്. അപ്പൊ അതില് കേറിയിട്ട് ഒന്ന് പോയി കാണാന്ന് വെച്ചു. എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ നല്ലത് ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. കാരണം ഒന്നാമത് ഇപ്പൊ ഷോപ്പുകളൊന്നും അങ്ങനെ അധികം തുറന്നിട്ടില്ല. ഉച്ച നേരല്ലേ. ഉച്ച കഴിയുമ്പോൾ എല്ലാം തുറക്കും. പിന്നെ സൺസെറ്റ് കാണാനും അതിനൊക്കെ നല്ലത് നമ്മളെപ്പോഴും വൈകിട്ട് വരുമ്പോഴാണ്. ഞങ്ങള് പിന്നെ ഇന്ന് വന്നത് എന്താണെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നാളെ രാവിലെ തിരിച്ചു പോവും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഈ നേരത്ത് വന്നത്. അപ്പൊ വരണോര് പരമാവധി രാവിലെ വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക. അതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പൊ നമുക്കിനി ഈ വണ്ടിയിലൊക്കെ കേറിയിട്ട് പോയി നോക്കാം. അവിടെ ഇരിക്കുന്ന ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ മലയാളിയാ. അപ്പൊ ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ രഞ്ജുവേട്ടൻ അന്വേഷിക്കുക. മോൾക്കാണെങ്കിൽ വലിയ താല്പര്യം ഇല്ല ഇങ്ങനെ നടക്കാൻ. വെയില് അവിടെ ഉറക്കത്തിലൊക്കെ ആയിരുന്നു. ആളുടെ മൂടനുസരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് ഈ നേരത്തൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ഇതേ പോവാനായിട്ടൊരു വണ്ടി കിട്ടിയിട്ടോ. ഇവിടുന്ന് അവിടെ വരെ നടക്കലൊന്നും എളുപ്പമുള്ള കാര്യമല്ല, പൊരിഞ്ഞ വെയില്. അപ്പോൾ ഞങ്ങളിതേ അതിൽ കൂടെ പോയി. അവിടെ അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഈ വണ്ടിയിൽ അവിടെ എത്തിച്ചേരും, ഇവിടെ വരെ എത്തിച്ചു തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനി ഇവിടെ കയറണമെങ്കിൽ ഒരു വലിയ ക്യൂ ഒക്കെ ഉണ്ട്. അവിടേക്ക് നമുക്ക് നടക്കാണ്ട് നിവർത്തിയില്ല. ഇത് കണ്ടില്ലേ, രഞ്ജുവേട്ടനൊക്കെ എന്തോ എടുത്ത് വെച്ചിട്ടുള്ള പോലെ ഓടി പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കുണ്ട്. ഞാൻ കരുതി ഇത്ര വെയിലൊക്കെ ആയതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയേട്ടാ. അപ്പൊ എൻ്റെ ഒരു പൊട്ട ബുദ്ധികള്. കാരണം എന്താ വെച്ചാൽ ഞാനിതൊന്നും ഇവിടേക്കൊന്നും വന്നിട്ടുമില്ലല്ലോ. അപ്പൊ പോകുന്ന വഴിയിൽ ഞാൻ പതുക്കെ ഇങ്ങനെ ഓരോ ഷോപ്പുകളുടെ വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ പോവാണ്. അപ്പൊ രഞ്ജുവേട്ടൻ ചീത്ത പറഞ്ഞ് വേഗം കൊണ്ടുപോകും, അവിടെ നല്ല തിരക്കുണ്ട് കയറണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അവിടേക്ക് ആ ക്യൂവിന്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പൊ കണ്ടില്ല, ഇങ്ങനത്തെ ഷോപ്പുകൾ കുറെ ഷോപ്പുകളൊക്കെ അടച്ചേക്കോട്ടെ. കാരണം ഈ ഉച്ച നേരത്തെ വലിയ ആളുകൾ വരില്ലല്ലോ, വൈകുന്നേരം ആകുമ്പോൾ തുറക്കും. ഹലോ, ഞങ്ങളിപ്പോ ഒരു ക്യൂവില് നിൽക്കട്ടെ. ഞങ്ങളെല്ലാവരും കൂടെ ഈ പാറയിൽ കയറാനായിട്ട്. നല്ല ക്യൂ, നല്ല വെയില്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ചെല്ലണോർക്ക് പാറയാണെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാ, ഭയങ്കര ചൂടും. അപ്പൊ ഇനി നമ്മൾ വീഡിയോ എടുക്കട്ടെ. പിന്നെ അതുപോലെ നമ്മളൊക്കെ ടൂർ പോകുമ്പോഴേ വിചാരിക്കേണ്ട ഒരു കയ്യിൽ കരുതേണ്ട ഒരു കാര്യം പറഞ്ഞത് കാശാട്ടോ. അപ്പൊ എല്ലാവരും ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പോവും. പക്ഷെ ഗൂഗിൾ പേ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ഇവിടെ ചെന്നപ്പോൾ ഗൂഗിൾ പേ ഒന്നും ഇല്ല. അപ്പൊ നമ്മള് എന്താ പറയാ, കാശ് അവിടെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ 1000 രൂപയ്ക്ക് 100 രൂപ അവരുടെ കമ്മീഷൻ കാശ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ എഴുതി വെച്ചേക്കണ കണ്ടു, ക്യൂവിൽ നിൽക്കാണ്ട് പെട്ടെന്ന് കടന്നു പോകാൻ ഒരാൾക്ക് 300 രൂപ. അപ്പൊ ഈ വെയിലത്ത് നിൽക്കാനും പറ്റണില്ല. ഒന്നാമത് നട്ടുച്ച നേരമായതുകൊണ്ട്
ആയതുകൊണ്ട് മോളൊക്കെ ഉള്ളതുകൊണ്ട് അധികം നിൽക്കാനൊന്നും നിന്നില്ല. ഞങ്ങളവിടുന്ന് 300 രൂപയുടെ ടോക്കൺ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഈ വഴി കൂടെയൊക്കെ പോകണം. ഇവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ, പക്ഷേ ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ കണ്ടത് അത്. അങ്ങനെ ഞങ്ങളിതേ അവിടേക്കുള്ള ബോട്ടിലേക്ക് പോകാനായിട്ട് പോവുക. എല്ലാവരും ഓടി പോവാണ്, പെട്ടെന്ന് കയറി പോകണ്ടേ. ബോട്ട് ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നുണ്ടല്ലോ, വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് നേരം പോയി കഴിയുമ്പം ആ ബോട്ടുണ്ട്, ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പാണുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടാണ് കേട്ടോ. അപ്പം ഈ വെയിലത്തൊന്നും നിന്ന് ശീലമില്ലാത്തത് കൊണ്ടും നടക്കാനുള്ള മടിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ നേരത്ത് വന്നിട്ട് ഭയങ്കര ദേഷ്യം. ഒന്നാമത് ഇനി വരുന്നവരൊരാൾ പോലും ഈ നേരത്ത് വരരുത് കേട്ടോ. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുമ്പോൾ വരുമ്പോൾ എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ ഈ നട്ടുച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ബോട്ടിൽ മാക്സിമം ആൾക്കാർ കുത്തി കയറ്റിയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് അവിടുന്ന് കിട്ടിയ ജാക്കറ്റ് ഇവിടെ ഇടും, അപ്പം അവിടുന്ന് വരണവർ അത് എടുത്തിടും. അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത്. ഇവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടു, വിവേകാനന്ദ പാറയുടെ അവിടെ എത്തി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു ടോക്കൺ എടുക്കണം അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. ഇവിടെ ചെന്നാലും ടോക്കണാണ് കേട്ടോ. ഒരു മീൻസ് 30 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. ആദ്യം കണ്ടില്ലേ, ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കയറാൻ. പിന്നെ ചെരുപ്പ് വയ്ക്കുന്ന കൊടുത്ത് ഫ്രീ ആട്ടോ, അത് മാത്രമേ ഇവിടെ ഫ്രീ ആയിട്ട് കണ്ടുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ മോളും അച്ഛനും വേഗം സ്പീഡിൽ പോകുന്നുണ്ട്, കാരണം വെയിലത്ത് കാല് വയ്ക്കാനേ പറ്റാത്തൊരവസ്ഥയാണ്, അതുപോലെ വെയിലും ഉണ്ട്. അപ്പം പിന്നെ അവർ വേഗം ഇങ്ങനെ നടന്നു പോവുക. അപ്പം ഞാനാണെങ്കിൽ പിന്നാലേക്ക് ഇത് എങ്ങനെയാ ഫോട്ടോ തൊപ്പിക്കില്ല, കാരണം എനിക്ക് അത്ര എഫക്റ്റ് ചെയ്യണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അതൊക്കെ വെച്ച് ഇതാണ് ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ട് കാണാനൊക്കെ. ഞാൻ വൈകിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും, നല്ലൊരു കാറ്റും. പിന്നെ എന്താ പറയുക, നടക്കുമ്പോൾ ഈ വരെ കൂടെ നടന്നോളൂട്ടാ. ഈ മറ്റേ വെള്ള വരച്ചിട്ടില്ലേ, അവിടെ നല്ല കൂളിങ്ങാ. ഇപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല, കാല് പൊള്ളിപ്പോവും. അങ്ങനത്തെ ഒക്കെയാണ് ഇവിടുത്തെ. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയുണ്ടാണ്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ നല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ഒരു ടെമ്പിളാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ അവിടേക്ക് കയറുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഭാഗത്ത് കന്യാകുമാരി ദേവിയുടെ ഒരു എന്താ പറയാ കാൽപാദം ഉണ്ട്. അതവിടെ അവിടേക്ക് വീഡിയോ എടുക്കാനൊന്നും പാടില്ല, അതവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂട്ടോ. അപ്പൊ അതിലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് അവിടുന്ന് കയറി വരുമ്പോ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ കയറുമ്പോ ഇവിടെ എന്തായാലും എല്ലാവരും കയറുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഈ പാലത്തുമ്മ കൂടെ അവിടേക്ക് കടന്നു പോവാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്, ഉച്ച തിരിഞ്ഞ് വരിക എന്നുള്ള കണക്കൂട്ടലിലാണ് ഇരിക്കണേ കേട്ടോ. അപ്പോൾ കുറേ ഞാനിവിടെ ഭയങ്കര ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ അവിടെ ഇരുന്നൊക്കെ നോക്കി ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് നേരെ അതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. കുട്ടികൾ പോലും അങ്ങനെ അധികം ശബ്ദം ഉണ്ടാക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ അവിടെയൊക്കെ കണ്ടു. അവിടുന്ന് വീണ്ടും വേഗം തന്നെ ജീവനും കൊണ്ട് ഓടുന്ന പോലെ രഞ്ജുവായിട്ട് ഓടണേ. ഈ പറഞ്ഞ പോലെ വെയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ കണ്ടോ, അത് പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടാണ്. ഉച്ച തിരിഞ്ഞാണെങ്കിൽ ഒന്നും കൂടെ രസമായിട്ട് കാണാമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പം പക്ഷെ വരുന്നതിലെ മുന്നേ തൊട്ട് രഞ്ജുവേട്ടൻ പറയുന്നുണ്ട് നമുക്കിപ്പോൾ പോണ്ടാന്ന്. പക്ഷെ ഞാൻ അത് വലിയ വിലക്കെടുത്തില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല, എപ്പോഴേലും പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ പോയതാ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ യാത്ര അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ വീണ്ടും ബോട്ട് കാത്തവിടെ നിന്നു. അങ്ങനെ ബോട്ടൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പൊ ജീവനും കൊണ്ടുള്ള ഓട്ടമായിരുന്നു കേട്ടോ ഞങ്ങളുടെ. അത് ഞാൻ പോകുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എത്തിയാൽ മതി, വണ്ടിയിലെങ്ങാനും കയറുന്നിരുന്നാൽ മതി എന്ന് വെച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പൊ ഞങ്ങള് വിവേകാനന്ദ പാറയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ. ഭയങ്കര വെയിൽ, അവിടെ നിന്നൊന്നും ചെയ്യാനോ പറയാനോ. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓരോ ഏരിയയിലെത്തിയിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ പറയാന്ന് കരുതിയ, പക്ഷെ വെയിൽ സഹിക്കാൻ വയ്യ. പിന്നെ ഒന്നാമത് ഇപ്പൊ സമയം 3 മണിയായി. നിങ്ങളാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് വയ്യാണ്ടൊക്കെ ആയി. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ കാണണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ വരുന്ന ഇവിടേക്ക്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനി തിരിച്ച് തിരുവനന്തപുരത്തോട്ട് തന്നെ പോകുന്ന വഴിയിൽ മാർത്താണ്ഡത്ത് നമ്മുടെ ഒരു കൊട്ടാരല്ലേ, അതിൽ കയറണം. പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട് പറഞ്ഞു. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ആ വീഡിയോ കാണാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ എത്തിയിട്ടോ. അപ്പോൾ അതേ വണ്ടിയിൽ കയറി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. വേഗം അവിടെ എത്തി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചൊന്ന് ഫ്രഷായി കുറച്ച് സുഖമാവും. അപ്പം അങ്ങനെ കന്യാകുമാരി യാത്രയൊക്കെ വളരെ നന്നായിട്ടാണ് ഞാൻ കണ്ടു. പക്ഷെ അധികം അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല, അത് ഈ നേരത്തിൻ്റെയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ, മറക്കരുത്.